നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്നും ഇന്ത്യയുടെ രാജധാനിയായിട്ടുള്ള ന്യൂഡൽഹി വരെ പോകുന്ന തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിനെ കുറിച്ചാണ്. 12431 എന്ന നമ്പറിൽ തിരുവനന്തപുരത്തു നിന്നും ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന AC കോച്ചുകൾ മാത്രമുള്ള ഒരു VIP കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രീമിയം ക്ലാസ്സിൽ ഉള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പം എത്താവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമുള്ള വണ്ടിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ രാജധാനി എക്സ്പ്രസിനെ കുറിച്ച്. ഈ രാജധാനി എക്സ്പ്രസിന് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹി വരെ പോകുന്നതിന് 45 മണിക്കൂർ 50 മിനിറ്റുമാണ് മൺസൂൺ കാലങ്ങളിൽ വരുന്ന സമയം. ഇത് നോൺ മൺസൂൺ കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ കുറഞ്ഞ് 42 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലെത്താം. ഇത് പൂർണ്ണമായും ഡൽഹി വരെ എത്തുന്നില്ല, അതിന്റെ തൊട്ടിപ്പുറത്ത് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് എത്തുന്നത്. ഇനി ഈ വണ്ടിക്ക് മൊത്തം 20 സ്റ്റോപ്പ് കൊണ്ട് ഇത് തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹിയിലെത്തും. ഇതിൽ തന്നെ ഈ 20 സ്റ്റോപ്പുകളിൽ 9 സ്റ്റോപ്പുകളും കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലത്തെ ആളുകൾക്ക് ഡൽഹിയിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രീമിയം ക്ലാസ് വണ്ടിയാണ് ഈ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. കേരളത്തിലെ സ്റ്റോപ്പുകൾ തിരുവനന്തപുരം, കൊല്ലം, അത് കഴിഞ്ഞ് പിന്നെ ആലപ്പുഴ വഴിയാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, അത് കഴിഞ്ഞ് ഷൊർണൂർ കഴിഞ്ഞാൽ കോഴിക്കോട് കഴിഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ്, ഇത്രയും സ്റ്റേഷനുകൾ, ഈ 9 സ്റ്റേഷനുകളാണ് കേരളത്തിലുള്ളത്. അത് കഴിഞ്ഞാൽ മംഗലാപുരം, ഉടുപ്പി, കാർവാർ, മഡ്ഗോവൻ. അപ്പൊ നമുക്ക് മഡ്ഗോവനിലേക്ക് പോകാൻ, ഗോവയ്ക്ക് പോകാൻ നല്ലൊരു വണ്ടിയാണിത്. ഗോവ കഴിഞ്ഞാൽ പിന്നെ രത്നഗിരി കഴിഞ്ഞാൽ പൻവേൽ, ബോംബെയിലേക്കുള്ള സ്റ്റോപ്പാണ് പൻവേൽ. അത് കഴിഞ്ഞ് വസായ് റോഡ് കഴിഞ്ഞാൽ സൂററ്റ്, ഗുജറാത്തിലുള്ള സൂററ്റ്, വഡോദര. ഇത് കഴിഞ്ഞാൽ പിന്നീട് കോട്ട എന്നൊരു സ്റ്റോപ്പും അതിനുശേഷം 20ാമത്തെ സ്റ്റോപ്പായിട്ടുള്ള ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന സ്റ്റോപ്പിലുമാണ് ഈ വണ്ടി എത്തുന്നത്. ഈ വണ്ടിയുടെ അടുത്ത ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ പൂർണ്ണമായിട്ടും AC കോച്ചുകളാണ് ഈ വണ്ടി എന്ന് ഞാൻ പറഞ്ഞു. അതിൽ 11 തേർഡ് AC കോച്ചുകളാണുള്ളത്. അതേപോലെ തന്നെ സെക്കൻഡ് AC കോച്ചുകൾ 5 എണ്ണമാണുള്ളത്. ഒരു ഫസ്റ്റ് AC കോച്ചും ഉണ്ട്. ഫസ്റ്റ് AC കോച്ച് എന്ന് പറയുമ്പോൾ ക്യാബിനോ അല്ലെങ്കിൽ കൂപ്പയോ ആയിട്ടുള്ള 2 പേർക്ക് മാത്രം വളരെ പ്രൈവസിയോട് കൂടിയിട്ട് യാത്ര ചെയ്യാവുന്ന കൂപ്പേ സംവിധാനം, അതല്ലെങ്കിൽ 4 പേർക്ക് ഇരിക്കാനും കിടക്കാനും ഉള്ള സംവിധാനമുള്ള ക്യാബിൻ സംവിധാനം. ഇതുള്ള ഒരു കോച്ച് ഫസ്റ്റ് AC കോച്ചാണ്. ഈ ഫസ്റ്റ് AC കോച്ച് എന്ന് പറയുമ്പോൾ അതിന് നല്ല ചാർജാണ്. തിരുവനന്തപുരം ടു ന്യൂഡൽഹി വരേക്ക് യാത്ര ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞ ചാർജ് വരുന്നത് 8640 രൂപയാണ്. പിന്നെ ഈ രാജധാനിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഫെയറിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൽ യാത്ര ചെയ്യുന്നതിന് വരുന്ന കാശിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ രസകരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ യാത്രയുടെ ഏറ്റവും കുറഞ്ഞ നിരക്ക് ആരംഭിക്കുന്നത്, തേർഡ് AC നിരക്ക് ആരംഭിക്കുന്നത് 3875 രൂപയിലാണ്. അപ്പൊ ഞാൻ ഈ റേറ്റ് ആരംഭിക്കുന്നത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഡൈനാമിക് പ്രൈസിങ് ആണ് ഈ വണ്ടിക്കുള്ളത്. അപ്പൊ അതായത് നമ്മൾ ആദ്യം ധാരാളം ടിക്കറ്റുകൾ ഉള്ള സമയത്ത് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3875 രൂപയ്ക്ക് കിട്ടുന്ന ടിക്കറ്റ് കുറയുന്നതിനനുസരിച്ച് ഇതിന്റെ പ്രൈസ് കൂടി വരും. അങ്ങനെയുള്ള ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ ഇന്നൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത സമയങ്ങളിൽ ഇത് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ 4500, 5000 രൂപയ്ക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തേർഡ് AC ടിക്കറ്റ് കിട്ടുന്നുണ്ടാവുക. അതേപോലെ തന്നെ സെക്കൻഡ് AC ടിക്കറ്റ് 5220 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5220 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിക്കറ്റുകൾ ഏകദേശം കഴിയുന്നതും വെയിറ്റിംഗ് ലിസ്റ്റ് തുടങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഏകദേശം 6875 രൂപ വരേക്കൊക്കെ വരാം. അതിലും കൂടുതലും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രാജധാനിയിൽ ഒരു തേർഡ് AC ടിക്കറ്റിന് എത്ര രൂപ വരും എന്നുള്ള ചോദ്യത്തിൽ കൃത്യമായ ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ സമയത്ത് വണ്ടിയിലെ തിരക്കിനെ കൂടി അനുസരിച്ചിട്ടാണ് അത് പറയാം. അടുത്തൊരു കാര്യം ഇതിന്റെ ഭക്ഷണം അല്ലെങ്കിൽ പാൻട്രി കാറിനെ കുറിച്ചാണ്. ഈ വണ്ടിയിൽ ഒരു പാൻട്രി കാർ ഉണ്ട്. പിന്നെ ഇതിന്റെ ടിക്കറ്റുകൾ എപ്പോഴും നിങ്ങൾക്ക് ഭക്ഷണത്തോട് കൂടിയിട്ടുള്ള ടിക്കറ്റാണ് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ നോൺ വെജ് ആണോ വെജ് ആണോ വേണ്ടേ എന്നുള്ള ഓപ്റ്റ് ചെയ്യാനും അത് ഓരോ സമയത്തും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവർ കൊണ്ടുവന്ന് തരുന്നതിനുള്ള സംവിധാനം ഈ വണ്ടിയിലുണ്ട്. ഇനി അടുത്തൊരു കാര്യം, ഈ രാജധാനി എക്സ്പ്രസ്സിൽ പലപ്പോഴും ആദ്യമായിട്ട് കയറുന്നവരോ അല്ലെങ്കിൽ യാത്ര ചെയ്ത് വലിയ പരിചയമില്ലാത്തവരോ ആയ ആളുകളെ പറ്റിക്കുന്ന ഒരു സംവിധാനം ഇതിന്റെ ചില അറ്റൻഡർമാർ, എല്ലാ അറ്റൻഡർമാരും എല്ലാ ട്രെയിനുകളിലും ഇതുണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ രാജധാനിയിലെ ചില അറ്റൻഡർമാർ, എനിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം കൊണ്ട് കൂടിയാണ് പറയുന്നത്, അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അതായത് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കയറുന്ന സ്റ്റേഷൻ തൊട്ട് ഇറങ്ങുന്ന സ്റ്റേഷൻ വരെയുള്ള സമയങ്ങളിൽ
വരുന്ന ഭക്ഷണം കൂടി ചേർത്തിട്ടാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടാവുക. ഈ സമയത്ത് നിങ്ങൾക്ക് ആ ഭക്ഷണത്തിന്റെ കാശ് കൂടി നിങ്ങളുടെ ടിക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരുന്ന അറ്റൻഡർ ചിലപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബില്ല് കൂടി പറയും, ഇത്ര രൂപ നിങ്ങളുടെ ഭക്ഷണത്തിനായിട്ടുണ്ടെന്ന് പറയും. അപ്പൊ നമ്മളൊരു പ്രീമിയം ക്ലാസ്സിൽ ഇരിക്കുന്നു, പ്രീമിയം ആയിട്ടുള്ള യാത്ര ചെയ്യുന്നു. അപ്പൊ അവിടെ അങ്ങനെ നമുക്ക് തർക്കിക്കാൻ വയ്യ എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ അതിനുള്ള പേയ്മെന്റ് കൊടുക്കുന്ന ആളുകളുമുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ കബളിപ്പിക്കപ്പെടരുത്. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം ഒപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കാശ് കൂടി നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങളുടെ ടിക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഒരിക്കലും അങ്ങനെയുള്ള പേയ്മെന്റ് കൊടുക്കരുത്. അങ്ങനെ പേയ്മെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ബില്ല് ആവശ്യപ്പെടുക. നിങ്ങളുടെ PNR നമ്പർ വെച്ച് നിങ്ങൾ ബില്ല് ആവശ്യപ്പെടുക. ബില്ല് തരികയാണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് തരാം എന്ന് പറയാം. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് മാറുന്നത് കാണാം. ഇനി വണ്ടിയുടെ സമയക്രമത്തെ കുറിച്ചാണ് പറയുന്നത്. ഉച്ചയ്ക്ക് 2:40 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസത്തിന്റെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:30 ഹസ്രത്ത് നിസാമുദ്ദീനിൽ ഈ വണ്ടി എത്തിച്ചേരും. മൊത്തം 45 മണിക്കൂറും 50 മിനിറ്റുമാണ് ഇത് ഓടുന്നതിന് സമയമെടുക്കുന്നത്. കൊങ്കൺ വഴിയാണ് ഈ വണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ വർഷകാലങ്ങളിൽ ആണ് ഇത്രയും സമയമെടുക്കുന്നത്. വേനൽ കാലങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഈ 2:40 പുറപ്പെടുന്നതിന് പകരം 5:40 പുറപ്പെടുക. 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുറപ്പെടുക. അവിടെ എത്തുന്ന സമയം 12:30 തന്നെ ആയിരിക്കും. ഈ കൊങ്കണില് മഴക്കാലങ്ങളിലുള്ള യാത്രയിലുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് 3 മണിക്കൂർ നേരത്തെ വർഷക്കാലങ്ങളിൽ പുറപ്പെടുന്നത്. അപ്പോൾ നോൺ മൺസൂണിൽ 42 മണിക്കൂറും 50 മിനിറ്റും, മൺസൂൺ കാലങ്ങളിൽ 45 മണിക്കൂറും 50 മിനിറ്റുമാണ് ഈ വണ്ടിക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി വരുന്നത്. ഇനി തേർഡ് AC എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഒരു കൂപ്പയില് 6 പേർക്ക് അതിന്റെ സൈഡ് ലോവറും അപ്പറും ആയിട്ട് മൊത്തം 8 പേർക്ക് കിടക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. സെക്കൻഡ് AC ആണെന്നുണ്ടെങ്കിൽ കൂപ്പയില് 4 പേർക്കും സൈഡ് ലോവറിൽ 2 പേർക്കുമായി 6 പേർക്കുള്ളതും, ക്യാബിനാണെന്നുണ്ടെങ്കിൽ 4 പേർക്ക് പ്രൈവസി ആയിട്ട് ഇരിക്കാവുന്ന സംവിധാനം, ഡോറും കർട്ടനോടും കൂടിയിട്ടുള്ള സംവിധാനവും, കൂപ്പ ആണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് പ്രൈവസിയോട് കൂടിയിട്ട് ഇരിക്കാവുന്ന കൂപ്പയായിരിക്കും ഉണ്ടാവുക. അതിന് കർട്ടൻ ഉണ്ടായിരിക്കും, ഡോർ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ക്യാബിന്റെയും കൂപ്പയുടെയൊക്കെ ഉള്ളിൽ ബെല്ലുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആ കൂപ്പ ഏതിൽ നിന്നാണോ ബെല്ലടിച്ചിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് അറ്റൻഡർ വരികയും നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് സഹായം വേണ്ടെങ്കിൽ അവർ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഈ കൂപ്പയിലും ഇതിലൊക്കെ നിങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അത് ഇന്ത്യൻ ടോയ്ലറ്റും വെസ്റ്റേൺ ടോയ്ലറ്റും എല്ലാം ഫെസിലിറ്റീസും അവൈലബിൾ ആയിരിക്കും. ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞു, ഭക്ഷണം അവൈലബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ നല്ല രാജകീയമായിട്ടുള്ള ഒരു യാത്ര വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ട്രെയിനിലെ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, കുറച്ച് പൈസ കൂടുതൽ ചെലവാക്കിയാലും നല്ല യാത്ര വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒപ്റ്റ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ് രാജധാനി എക്സ്പ്രസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട 9 സ്റ്റേഷനുകളിലെ സ്റ്റോപ്പോടുകൂടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗോവ, ബോംബെ, സൂററ്റ്, കോട്ട, അങ്ങനെ ആ വഴി ഡൽഹിയിലേക്ക് പോകുന്ന ഒരു വണ്ടിയാണ് രാജധാനി എക്സ്പ്രസ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു യാത്രയായിരിക്കും നിങ്ങൾക്ക് രാജധാനി എക്സ്പ്രസ്സിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും